ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ നമ്മൾ പെരുന്നാൾ ആയിട്ടോ, നോമ്പെല്ലാം കഴിഞ്ഞു. ഇന്ന് ഏപ്രിൽ 9 നാളെ നമുക്ക് പെരുന്നാളാണ്, 10-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ നോമ്പെല്ലാം തുറന്ന് പുറത്തൊന്ന് ജസ്റ്റ് പോയിരുന്നു കേട്ടോ. അപ്പോഴാണ് നമുക്ക് നാളെ പെരുന്നാളാണ് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വീട്ടിലൊക്കെ എത്തി. പിന്നെ മെഹന്തി ഇടുന്ന ഒരു പരിപാടിയിലായിരുന്നു കേട്ടോ. അത്യാവശ്യം ഒരുപാട് ലേറ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ പുറത്തൊക്കെ പോയതുകൊണ്ട് തന്നെ. അപ്പോൾ പിന്നെ കിച്ചണിൽ നടക്കുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് വേഗം ഒന്ന് മൈലാഞ്ചി ഇടുന്ന രീതിയിലേക്ക് നിന്നു. അപ്പോൾ എമി അവിടെ ഭയങ്കര യൂട്യൂബിൽ കാണായിരുന്നു കേട്ടോ വീഡിയോസ്. അപ്പോൾ എൻ്റെ കഴിയുമ്പോൾ ജസ്റ്റ് ഒരു ഫ്ലവറും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് എമിക്കുള്ള ഫുഡാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചിട്ടാണ് മൈലാഞ്ചിടായിരുന്നത്. അപ്പോൾ ഇന്ന് നോമ്പ് തുറന്നപ്പോൾ തന്നെ നമുക്ക് കപ്സ ആയിരുന്നു കേട്ടോ ഫുഡ്. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് കേട്ടോ ഇരുന്നിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വല്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബാക്കി ഇനി ഇത് ഡേ 2, അതായത് നമ്മൾ പെരുന്നാൾ ഡേൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമുക്ക് കൂടുതൽ ക്ലിപ്സും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ കുറേ ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിയണതും അതുപോലെ എല്ലാം സെറ്റാക്കണ വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇന്നലെ അതിനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈദിൻ്റെ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഞങ്ങൾ പള്ളിയിൽ പോവാണ് കേട്ടോ. 7 മണിയാണ് കേട്ടോ നമ്മുടെ നിസ്കാര സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് 6:45 ആയപ്പോൾ തന്നെ നടന്നു കേട്ടോ. ഇവിടുന്ന് 10 മിനിറ്റ് നമുക്ക് സ്റ്റേഡിയത്തേക്ക് നടക്കാനുള്ളൂ. അപ്പോൾ സ്റ്റേഡിയത്താണ് കേട്ടോ നിസ്കാരമെല്ലാം നടക്കുന്നത്. അപ്പോൾ എമി ഞങ്ങളെ കൂടെ തന്നെ കേട്ടോ പോന്നിരുന്നത്. ഇത് പിന്നെ പേപ്പറാട്ടോ, നമുക്കവിടെ മുസ്ലിം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ മുസ്ലിം എടുത്തില്ല, പേപ്പർ എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് പോവാണ്. സ്റ്റേഡിയത്തിൽ തന്നെയാണ് കേട്ടോ നിസ്കാരം കാര്യങ്ങളെല്ലാം ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ നിസ്കാരമൊക്കെ തുടങ്ങാനുള്ളൊരു ഇതിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളും വേഗം അവിടെ സീറ്റെല്ലാം സെറ്റാക്കിയിട്ട് ഞങ്ങളും നിസ്കരിക്കാനുള്ളൊരു സെറ്റപ്പിൽ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ 7 മണിക്ക് കറക്റ്റ് 7 മണിക്കാണ് നിസ്കാരം സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അങ്ങനെ നമ്മൾ പെരുന്നാൾ നിസ്കാരം എല്ലാം നിസ്കരിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ നിസ്കരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നാണി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ എമീനെ നാണിൻ്റെ കൈ കൊടുത്തു. പിന്നെ ഞങ്ങൾ പോകുന്നത് പാടത്ത് കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ റിട്ടേൺ പോകുന്നത് റോട്ടിലൂടെയാണ്. ഇത് കേട്ടോ ഞങ്ങൾ ഇന്നലെ ഇട്ട മെഹന്തി. കൂടുതലായിട്ടൊന്നും ഇട്ടില്ല, സിമ്പിളായിട്ട് ഇട്ടിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ 3 കൂടെ നടന്നു പോവാം കേട്ടോ. പിന്നെ നമുക്ക് നിസ്കാരം കഴിഞ്ഞ് പോന്നപ്പോൾ തന്നെ അവിടുന്ന് ഒരു കാർഡ് കിട്ടിയിരുന്നു കേട്ടോ. മുട്ടായിൻ്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞൊരു കാർഡ് കിട്ടിയിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിട്ടോ. വീട്ടിലെത്തിയപ്പോൾ എമി വീട്ടിലെത്തിയിരുന്നു കേട്ടോ. എമി പോകുന്നത് ഞങ്ങളുടെ കൂടെയായിരുന്നു, റിട്ടേൺ പോകുന്നത് നാണിൻ്റെ കൂടെ കേട്ടോ. പെരുന്നാൾക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മൾ റോഡ് സൈഡിലൊക്കെ ഓരോ സാധനങ്ങളുണ്ടാവും. അതുപോലെ എമി പോന്നപ്പോൾ ബലൂണ്, തത്തമ്മ, അങ്ങനത്തെ തോക്ക്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പള്ളി കഴിഞ്ഞ് വന്നാൽ ഡയറക്റ്റ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ ഇരിക്കലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 8:30 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പള്ളി കഴിഞ്ഞാൽ നേരെ ഫുഡ് കഴിക്കുമല്ലോ, പെരുന്നാൾക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം എടുത്ത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഫുഡിന് മെയിനായിട്ട് ബിരിയാണിയാണ് ഉള്ളത്. ഞാൻ അതൊക്കെ എന്തെല്ലാം ഉള്ളതെന്ന് വെച്ചാൽ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അത്യാവശ്യത്തിലേറെ ഐറ്റംസ് ഉണ്ട്. പിന്നെ പായസം ഞങ്ങളിപ്പോൾ വെച്ചിട്ടില്ല കേട്ടോ. അത് ഇനി ആക്കുമ്പോൾ ഓരോരുത്തർ കുടിക്കലാണ്, അങ്ങനെ ഫുഡിൻ്റെ കൂടെ കഴിക്കാറില്ല. ഇതാ നമ്മളെ ബോട്ടി, പിന്നെന്താ കാട ഫ്രൈ ആക്കിയതുണ്ട്, പിന്നെ പപ്പടം, പുളിഞ്ചി, ചമ്മന്തി, തൈര്, അങ്ങനെയെല്ലാം ഉണ്ട്. മെയിനായിട്ട് ബിരിയാണി, പിന്നെന്താ ബീഫ് ഫ്രൈ ആക്കിയതുണ്ട്, ചിക്കൻ പൊരി ഉണ്ട്, പിന്നെന്താ അതാ നമ്മളെ ബിരിയാണിത്തെ മസാല, പുളിഞ്ചി, അത്യാവശ്യത്തിന് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം. ഞങ്ങളെല്ലാവരും നല്ല വൃത്തിക്ക് ഫുഡെല്ലാം കഴിച്ച് ഇനി റെസ്റ്റ് ചെയ്യാം കേട്ടോ. റെസ്റ്റ് ചെയ്തിരുന്നപ്പോഴാണ് നമുക്ക് പെരുന്നാൾ പൈസ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് ഫസ്റ്റായിട്ട് പെരുന്നാൾ ക്യാഷ് തന്നത് അമ്മായിയാണ് കേട്ടോ. അപ്പം അമ്മായിൻ്റെ ഭാഗം എല്ലാവർക്കും പെരുന്നാൾ പൈസ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വീട്ടിലേക്ക് ഓരോരുത്തർ വരാൻ തുടങ്ങി കേട്ടോ. ആദ്യം തന്നെ വന്നത് നൈഷു ആണ്. പിന്നെ കുറച്ചൊക്കെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം സവനപ്പും കൂടെ കുടിക്കണം എന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സവനപ്പും കൂടെ എടുത്തിട്ടുണ്ട് കുടിക്കാൻ. ഇനി നമുക്ക് ഓരോരുത്തർ വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ലാട ഉണ്ടാക്കി വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇനി പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാനുണ്ട്. കുറച്ചൊക്കെ ആൾക്കാർ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതൊന്ന് സെറ്റ് ചെയ്യാണ്.
ഫ്രൂട്ട് സലാഡൊക്കെ റെഡിയാക്കിയിട്ട് വന്നവർക്ക് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. എന്താ ഫ്രൂട്ട് സലാഡ് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്, എന്നാലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം എന്താ അതിന് പറയാനത്, പിന്നെ ഞാൻ ഫ്രൂട്ട് സലാഡ് ഐഷുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് ഓള് ഡ്രസ്സെല്ലാം അയച്ചിട്ടിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഡ്രസ്സ് ഇട്ട് കണ്ടുള്ള ഫോട്ടോസോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് മാത്രമായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് വീഡിയോസൊന്നും എടുത്തിട്ടില്ല, ഇനി ഞാൻ കുറച്ചൊരു ഫോട്ടോ എടുത്തു കേട്ടോ. പള്ളി കഴിഞ്ഞ് വന്നേരത്തിന് ഡ്രസ്സെല്ലാം ഞാൻ അയച്ചു വെച്ചിരുന്നു കേട്ടോ, ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഫോട്ടോസ് എടുക്കാം കേട്ടോ. അത് ഞാനും ബേബിയും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. ഇതിൽ ഡ്രസ്സുള്ളതെല്ലാം ഉണ്ട്, എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ ഇതിലെല്ലാം ആഡ് ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യത്തിനുള്ള ഫോട്ടോസൊക്കെ എല്ലാവരും എടുത്തു കേട്ടോ. കുട്ടികളായിട്ടും ഇങ്ങനെയായിട്ടൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് മാറ്റിയിരുന്നത് കേട്ടോ. പക്ഷേ വെയിൽ കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ വീടിൻ്റെ ചുറ്റോട്ട് തന്നെയാണ് ഫോട്ടോസ് എല്ലാം എടുത്തത് കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഓരോരുത്തർ വരലും ഞങ്ങളും 2-3 വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ വരലും പോവലും ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇത് പിന്നെ മഗ്‌രിബായിട്ടോ, മഗ്‌രിബിനാണ്. ഇപ്പോൾ ഏമിയും മിന്നും കൂടെ മാറ്റിയിട്ടുണ്ട് മമ്പാട് പോകാൻ വേണ്ടിയിട്ട്, ഓരും കൂടെ പോവാണ് കേട്ടോ. അങ്ങനെ മിന്നും ഏമിയും നാണയും കൂടെ പോയിട്ടോ. ഇനിയിപ്പോൾ മിന്നൊന്ന് മമ്പാട്ടിൽ നിൽക്കും, ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടാവില്ല, ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളെ പെരുന്നാൾ വിശേഷങ്ങൾ ഏറെക്കുറെ കഴിഞ്ഞു കേട്ടോ. ഞാൻ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ളത് ഷൂട്ട് ചെയ്തു, പിന്നെ ഉച്ച തൊട്ട് നൈറ്റ് വരെയുള്ളതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ആൾക്കാർ വരലും പോവലും പിന്നെ നമ്മളും എങ്ങോട്ടേലൊക്കെ ഇറങ്ങണതൊക്കെ ആയിരുന്നു. എപ്പോഴും നമുക്ക് ഫോൺ ഇങ്ങനെ വീഡിയോ ഓപ്പൺ ആയിട്ട് പിടിച്ചാൽ കഴിയൂലല്ലോ, അതുകൊണ്ട് ഞാൻ കുറേ ക്ലിപ്സൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു വ്ളോഗ് ജസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ സമയം രാത്രി 10 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കസിൻസ് എല്ലാവരും കൂടെ ഞങ്ങളവിടെ സംസാരിച്ചിരിക്കുകയായിരുന്നു വാർപ്പിൻ്റെ മേലെ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങൾ എല്ലാ പെരുന്നാൾക്കും ഇതുപോലെ തന്നെ കേട്ടോ കഴിക്കാറ്. സാധാരണ ചെമ്പട്ടിയിലൊക്കെയാണ് കഴിക്കാറ് എല്ലാവരും കൂടെ ഒന്നിന്ന്. ഇന്നിപ്പോൾ നമ്മൾ ഈ പാത്രത്തിലാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ എല്ലാ ഫുഡും ബാക്കി ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് വലിയ പൂളിങ് ഇല്ലാത്തതുകൊണ്ട് എല്ലാം കുറച്ച് എടുത്തിട്ട് ഞങ്ങൾ കഴിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഈദിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും പറയുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഈദ് മുബാറക്ക്.